ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിക്കാണ് ഇന്നലെ ലോകസഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രണ്ടാം മോദി സർക്കാരിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഹരങ്ങളിൽ ഒന്നുകൂടെയായിരുന്നു ഇന്നലെ അവിടെ സംഭവിച്ചത്. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയിരിക്കുന്ന സർക്കാരിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിവാദമായ വനിതാ സംവരണ ഭേദഗതി ബിൽ ലോകസഭയിൽ പരാജയപ്പെട്ടു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചതോടെ സർക്കാരിനെ ആവശ്യമായ 2/3 ഭൂരിപക്ഷം സമാഹരിക്കാനായില്ല എന്നതാണ് ഇതിന് കാരണം. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ 543 അംഗങ്ങളുള്ള സഭയിൽ 360 വോട്ടുകളാണ് വേണ്ടിയിരുന്നത്. എന്നാൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ സർക്കാരിന് അനുകൂലമായി ലഭിച്ചത് വെറും 298 വോട്ടുകൾ മാത്രമാണ്. പ്രതിപക്ഷം 230 വോട്ടുകൾ ബില്ലിനെതിരെ രേഖപ്പെടുത്തിയിരുന്നു. ഹാജരായി വോട്ട് ചെയ്തവരുടെ 2/3 ഭൂരിപക്ഷം ലഭിക്കാതിരുന്നതിനാൽ ബില്ലുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നാണ് സ്പീക്കർ ഔദ്യോഗികമായി അറിയിച്ചത്. ഇതോടെ മാസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ തർക്കങ്ങൾക്ക് താൽക്കാലികമായി വിരാമമായെങ്കിലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധമായ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായേക്കാം. ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ടതോടെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു 2 പ്രധാന നീക്കങ്ങളിൽ നിന്നും സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഒന്ന് മണ്ഡല പുനർനിർണയ ബില്ല്, മറ്റൊന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വനിതാ സംവരണ ഭേദഗതി ബില്ല്. ഈ 2 ബില്ലുകളും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനു പിന്നാലെ രാഷ്ട്രീയ പ്രതികരണങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ തങ്ങൾ പരാജയപ്പെടുത്തി എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഇത് വനിതാ സംവരണത്തിന് വേണ്ടിയുള്ള ബില്ല് ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സംവരണം നൽകണമെന്നുണ്ടെങ്കിൽ 2023 നിയമം നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതിന് പ്രതിപക്ഷം പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷം കൂട്ടിച്ചേർക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഡൽഹിയെ പരാജയപ്പെടുത്തി എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ജനാധിപത്യം വിജയിച്ച നിമിഷമാണ് ഇതെന്ന് പ്രിയങ്ക ഗാന്ധി ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈ ബിൽ പരാജയപ്പെടാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, മണ്ഡല പുനർനിർണയത്തിലെ ആശങ്ക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയുമോ എന്ന ഭയം പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചു. മറ്റൊന്ന് OBC സംവരണം. ബില്ലിനുള്ളിൽ OBC വിഭാഗത്തിന് പ്രത്യേക കോട്ട വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നിരുന്നു. മറ്റൊന്ന് ഐക്യം. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഉണ്ടായ അസാധാരണമായ ഐക്യം സർക്കാരിന്റെ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിച്ചിരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ സംരക്ഷിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. എന്നാൽ വികസന കുതിപ്പിന് പ്രതിപക്ഷം തടസ്സം നിൽക്കുന്നു എന്ന ആഖ്യാനം ജനങ്ങൾക്കിടയിൽ എത്തിക്കാനായിരിക്കും ഇനി ഭരണപക്ഷത്തിന്റെ ശ്രമം.